ഇത്രയും സീരിയസ് ആയ യോഗം നടക്കുമ്പോൾ അതിനെ ആ സീരിയസ് ആയ കാഴ്ചപ്പാടിൽ കാണാത്ത ദേവസ്വം ബോർഡിൻ്റെ നിലപാടിലേക്ക് അസംതൃപ്തിയുണ്ട്. അദ്ദേഹം പറയണമല്ലോ. പക്ഷേ അസംതൃപ്തി ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. പകരം കൃത്യമായി ഞങ്ങളിവിടെ ഇന്നിവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങളും തീരുമാനങ്ങളും കൃത്യമായി അടുത്തൊരു 48 മണിക്കൂറിനുള്ളിൽ നടപ്പാക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. മാക്സിമം 48 മണിക്കൂറാണ്. LED ബോർഡ് വെക്കാനൊക്കെ നമ്മൾ തീരുമാനിച്ചു. അല്ല, അത് ആര് പറഞ്ഞു? അല്ല, ബോർഡ് തന്നെ ഇവിടെ വന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തരാമെന്ന് അത് കൊള്ളാമോ? ബോർഡ് അവിടെ ചെന്നിട്ട് വേണ്ട തീരുമാനിക്കുന്നത് ഒരു മോശം പരിപാടിയാണ്. നിങ്ങൾ ബൈക്ക് തന്നാൽ അനൗൺസ് ചെയ്യാം, അല്ലാതെ KSRTC നിലയിൽ ബൈക്ക് വയ്ക്കുന്നില്ല. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിക്കാം. നിങ്ങൾ ബൈക്ക് വാടക എടുത്ത് വരും. ഇപ്പോൾ അടുത്ത എവിടെയെങ്കിലും സ്ഥലത്ത് അതിപ്പോ കിട്ടും, 2-3 ദിവസത്തേക്ക് വാടക എടുത്തു. അതും വയ്യേ. അല്ല, നമ്മൾ 4 വണ്ടി നോട്ടെണ്ണുന്ന വിഷയം മാത്രം മതിയോ? നോട്ടെണ്ണി എടുക്കുന്ന വിഷയം മാത്രം മതിയോ? അത് ബഹുമാനപ്പെട്ട മന്ത്രിയും നിൽക്കുന്ന യോഗത്തിൽ ഞങ്ങൾ MLA മാരും പോലീസും ഉന്നയിക്കുന്ന വിഷയമാണ്. നിങ്ങൾ കമ്മിറ്റ് ചെയ്തതാണ്. ശരി, ഇത് നമ്മുടെ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത് ഒരു പ്രശ്നം വന്നാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞു മൈക്ക് അനൗൺസ് ചെയ്യണം. അവർ അനൗൺസ് ചെയ്യാൻ റെഡിയാണ്. വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യാം. നിങ്ങൾ മൈക്ക് പോലും വാടകയ്ക്ക് എടുത്ത് കൊടുക്കില്ല. സ്ഥിരമായി മൈക്ക് KSRTC വാങ്ങിച്ചു തരാനല്ല പറഞ്ഞു. നിങ്ങൾ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു സീസണിലേക്ക് ഒരു മൈക്ക് വാടക 1 മാസം 2 മാസം ഉണ്ട് ചെയ്തൊരു സീസണിൽ ഒരു മൈക്ക് 2-4 മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം പോലീസാണ് പറയുന്നത് അനൗൺസ് ചെയ്യണം. പല അനൗൺസ്മെൻറ്റുകളുണ്ട്. ഇന്നടത്ത് ബസ് കിടപ്പുണ്ട്, കയറിക്കോ എന്നൊക്കെ പറയണ്ടേ. എന്തെല്ലാം അത് വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങനെ അലഞ്ഞോട്ടെ എന്നാണ് തരണമെങ്കിൽ അതാണ് മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം. മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം KSRTCക്ക്. അല്ലെങ്കിൽ അനൗൺസ് ചെയ്യത്തില്ല. ആളുകൾ അവിടെ കിടന്ന് അലഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ഉത്തരവാദിത്വം, ഞങ്ങൾക്കാർക്കുമല്ല. ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു അതനുസരിച്ചില്ല എന്നുള്ളത് പറ്റത്തില്ല. അത് മന്ത്രി പറഞ്ഞല്ലോ. മന്ത്രി പറയുന്നതിനപ്പുറമല്ലല്ലോ ബോർഡ് പറയുന്നത്. മന്ത്രി പറഞ്ഞല്ലോ അനൗൺസ് ചെയ്യാൻ മൈക്ക് അടിയന്തരമായിട്ട് നാളെ മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങളെ കൂടി നിർത്തിയാൻ പറയുകയാണ്. എല്ലാവരും ഇരിക്കുമ്പം പറയുകയാണ്. തിരക്കും തിരക്കുണ്ടായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാമെന്നാൽ പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് KSRTCക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല. വണ്ടി ഇന്നിടത്താണ്, അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിക്കൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് കുഴപ്പമാകും. മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് അപകടം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ത്രിവേണിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. എല്ലാ വർഷവും ഈ ബാരിക്കേഡും മൈക്കും എല്ലാ വർഷവും പണ്ടുകൊണ്ടേ ഉണ്ടല്ലോ. ഞാനിവിടെ കുഞ്ഞിലെ വരുന്ന കാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അപ്രത്യക്ഷമായിട്ടുള്ളതാണ്. നമ്മൾ ആനയെ വാങ്ങിക്കാൻ തോട്ടി വാങ്ങിക്കില്ല എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് മൈക്ക് കൊണ്ടുപോകും. പിന്നെ മൈക്ക് വെച്ചത് ഇനി ദേവസ്വം ബോർഡ് പൈസ തരത്തില്ല. അതായത് എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ തരാം. അയ്യപ്പനൊരു വാടക പോരെ. വാടക എടുക്കാൻ്റെ പറഞ്ഞുള്ളൂ, വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞില്ല. അല്ല പിന്നെ എന്തോ നിങ്ങളിത് പറയുന്നത്? നമ്മൾ ഇത്രയും പോലീസും ഇത്രയും ഉദ്യോഗസ്ഥന്മാരും ഈ KSRTC ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ വന്ന് ആ ചള്ളക്കകത്ത് കിടക്കുക. അവരെ ആദ്യം അവർക്ക് അവാർഡ് കൊടുക്കണ്ടേ? നിങ്ങൾ ആലോചിക്കണം. നിങ്ങളൊരു ഡോർമെറ്ററി കൊടുത്ത് തീർത്ത് പോലീസിന് കൊടുത്ത് ഞങ്ങൾ പേടിച്ചെന്ന് പറയുന്നതിനൊക്കെ അത് പറ്റത്തില്ല. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുക്കണ്ട എന്ന് ബോർഡ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കുന്നേ പറഞ്ഞു. നമ്മളെ സുഹൃത്താ, നമ്മൾ ചോദിക്കും ഇപ്പോൾ വിളിച്ചു.